അച്ഛന്റെ. അതെ, നല്ല കാര്യം, തിരിച്ചു വരട്ടെ, കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യട്ടെ. നന്നായിട്ട് ചെയ്യട്ടെ. എന്നെ വിളിച്ചു സെന്റ് ഓഫ് പിന്നെ 4-ാം തീയതി എറണാകുളത്ത് വെച്ച് നമ്മുടെ ഷോപ്പിൽ വെച്ചു സാറിന്. ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ. ഓ, ഡയമണ്ട്സ് മീറ്റ് ഉണ്ടെന്ന്. ശരി. ഡയമണ്ട് മീറ്റ് ഉണ്ട്, അതിന് ചെല്ലുവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് വരത്തില്ല സാർ, എനിക്ക് സുഖമില്ലാതിരിക്കുക, യാത്ര ചെയ്യാൻ വയ്യ, സാറിന്റെ എല്ലാ ഭാഗങ്ങളും നേരുന്നു പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്, അന്നേരം കാണാന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. ആ പോട്ടെ, ഓരോരുത്തരും പോയി രക്ഷപ്പെടട്ടെ അല്ലേ. അതെ, ഓരോരുത്തരും രക്ഷപ്പെടും. ഇപ്പൊ മാഡം രക്ഷപ്പെട്ടു, അതുപോലെ സാറും പോയി. അതെ, ഞാൻ രക്ഷപ്പെട്ടോണ്ടിരിക്കുന്നു. രക്ഷപ്പെടട്ടെ. അടുത്ത ശരണ്യാണ്. ഞാൻ ഓൾറെഡി രക്ഷപ്പെട്ടു, ഞാൻ തെലങ്കാനയിലാണ്. രക്ഷപ്പെട്ടു. സാറ് തെലുങ്കാനായിരം തെലങ്കാനയിലെത്തിയാ? TMFന്റെ നമ്മുടെ DXM മാനുഫാക്ചറിംഗിന്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തു. ഓ, അന്ന് വീഡിയോയിൽ കണ്ടത് അങ്ങനെയല്ലേ? ഓർത്തില്ലേ? അതിന്റെ ഇടയ്ക്ക് നമ്മളുടെ ഒരു സബ്മിറ്റ് വന്നിട്ടുള്ളൂ സൗത്ത് ഏഷ്യയുടെ. അപ്പൊ ആ ഒരു ഇവന്റ് ഹോസ്റ്റ് ചെയ്തത് ഞാൻ ഒരാഴ്ച ആയതേ ഉള്ളായിരുന്നു വന്നിട്ട്. എന്ത് വിശ്വാസത്തില് ഗിരി സാർ എനിക്ക് തന്നെന്നറിയത്തില്ല, എന്നെ ഏൽപ്പിച്ചു. ഏൽപ്പിച്ച പണി നന്നായിട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് സലീം സാറും പ്രജിത് സാറും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവരൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നപ്പോ തന്നെ കിട്ടി. വന്നപ്പോഴേ അതുകൊണ്ട് ഗ്രാഫ് നന്നായിട്ട് അങ്ങ് ഉയർന്നു. ഇനി ആ ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം വരട്ടെ. അതെ, കൊച്ചുപിള്ളേരല്ലേ, എന്തോ കൊച്ചുപിള്ളേരൊക്കെ പോയി രക്ഷപ്പെടാൻ. അതെ. ഓക്കെ, നമുക്കപ്പോ സ്റ്റാർട്ട് ചെയ്യാം. എഴുതിയായി. ഓക്കെ, സെൽവി മാഡം, പ്രദീപൻ സാറ്, രാജൻ സാറ്, ചന്ദ്ര മാഡം, ജാക്സൺ സാറ്, ആൻഡി, അമൃത, സാറ്. This is actually Malayalam session. I don't know, could understand anything. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ എന്നത്തെ പോലെ നമ്മുടെ മെഡിറ്റേഷൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ 9 to 0 നമുക്ക് ചെയ്തിട്ട് നമുക്ക് ചാപ്റ്ററിലോട്ട്. Recording in progress. ഓക്കെ, നമ്മളപ്പോ ഇനി 7ാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഒന്നും പഠിപ്പിക്കുവാനില്ലെന്ന് ഗതാഗത ഉപദേശിച്ചു. സുബൂതി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഗതാഗത അനുത്തര സമ്യക് സംബോധി പ്രാപ്തമാക്കുന്നുണ്ടോ? അദ്ദേഹം എന്തെങ്കിലും പഠിപ്പിക്കുന്നു? സുബൂതി പറഞ്ഞു, ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അനുത്തര സമ്യക് സംബോധി എന്ന ഒരു സ്ഥിരമായ നേട്ടമില്ല. ഗതാഗത നൽകുന്ന സ്ഥിരമായ ഒരു ഉപദേശവുമില്ല. എന്തുകൊണ്ടാണിതിങ്ങനെ? ഗതാഗതയുടെ ഉപദേശങ്ങൾ വാക്കുകളാൽ വർണ്ണിക്കുവാനോ വിവരിക്കുവാനോ കഴിയില്ല. അതൊരു ധർമ്മമോ അധർമ്മമോ അല്ല. പിന്നെ ഇതെങ്ങനെയാണ്? കാരണം എല്ലാ മഹാജ്ഞാനികളും ഒരു ഉപദേശത്തിലും സിദ്ധാന്തത്തിലും ബന്ധിക്കപ്പെടാതെ സത്യം തിരിച്ചറിഞ്ഞവരാണ്.
അതുകൊണ്ടാണ് അവരുടെ സമീപനങ്ങൾ പരസ്പരം വ്യത്യസ്തമായി തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 7ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് എന്തോ ഒന്നും പഠിപ്പിക്കുവാനില്ലെന്ന് തഥാഗത ഉപദേശിച്ചു. അപ്പം എന്താണ് അപ്പൊ കാരണം എന്താണ് ശ്രീബുദ്ധന്റെ ഉപദേശങ്ങളെ നമ്മൾ ധർമ്മോപദേശം എന്നാണ് പറയാറുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഒന്നും ഉപദേശിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? അപ്പൊ പറയുന്നു, ഈ അധ്യായം ഡയമണ്ട് സൂത്രയിലെ ഏറ്റവും ഗഹനമായ ഉപദേശങ്ങളിൽ ഒന്നാണ്. ആദ്യമായി വായിക്കുമ്പോൾ ഇത് ഒരു വിരോധാഭാസമായി തോന്നാം. തഥാഗത ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നും അനന്തര സമ്പൂർത്തി എന്ന സ്ഥിരമായ ഒരു നേട്ടമില്ല എന്നും പറയുമ്പോൾ സ്വാഭാവികമായും എന്താണ് സംശയം തോന്നാം. അപ്പൊ എന്താണ് പറയുന്നത്? തഥാഗത യഥാർത്ഥത്തിൽ ഒന്നും പഠിപ്പിക്കുന്നില്ല, അനന്തര സമ്പൂർത്തി പ്രാപിച്ചിട്ടില്ല. അപ്പോ ഈ എന്താണ് ഈ ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഉത്തരം ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്ത് അനന്തര സമ്പൂതി എന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ നമുക്കറിയാം അനന്തര എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം എന്താണ്? പരമമായിട്ടുള്ളത്. അതായത് അതിന് മുകളിൽ എന്താണ് വേറെ ഒന്നുമില്ല, അത്രയ്ക്കും പരമമായിട്ടുള്ള ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ അനന്തര എന്ന് പറയുന്നത് അല്ലെ. അപ്പോ അനന്തര സമ്യക് പറയുന്നത് സമ്യക് എന്ന് പറയുമ്പം എന്താണ് നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ശരിയായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് പൂർണ്ണമായിട്ടുള്ള എല്ലാം സമമായിട്ടുള്ള ആ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ സമ്യക് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഏറ്റവും ലാസ്റ്റ് പറയുന്നത് എന്താണ്? സമ്പൂതി. സമ്പൂതി എന്ന് പറയുമ്പോൾ എന്താണ്? പൂർണ്ണമായിട്ടുള്ള ആ ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ നമ്മൾ ആ സത്യത്തെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സമ്പൂതി എന്ന് പറയുന്നത്. അപ്പൊ അനന്തര സമ്പൂതി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സത്യത്തെ പറ്റിയുള്ള നമ്മുടെ ഒരു പരമമായിട്ടുള്ള ഒരു തിരിച്ചറിവിനെയാണ് നമ്മൾ അനന്തര സമ്പൂതി എന്ന് പറയുന്നത്. ഓക്കെ, അതിനാൽ അനന്തര സമ്പൂതി എന്നത് പരമവും സമ്പൂർണവുമായ ജാഗ്രത അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി തിരിച്ചറിയുന്ന അവസ്ഥ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോ എന്താണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അത് നമ്മൾ നേടിയെടുക്കുന്ന ഒരു അവസ്ഥയല്ല, എന്താണ് നമ്മൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണ്. അതായത് നമ്മൾ എന്തെങ്കിലും അനന്തര സമ്പൂതി എന്ന് പറഞ്ഞ് നമ്മളത് ഫിക്സ് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ നേടിയെടുക്കുന്ന ഒരു സംഭവമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ പറയുന്നുണ്ട് എന്താണ് ഇത് നേടിയെടുക്കുന്ന ഒരു വസ്തുവോ ഒരു ബിരുദമോ ഒരു പദവിയോ അല്ല. ഇത് അഹങ്കാരവും അജ്ഞാനവും അലിഞ്ഞു പോകുമ്പോൾ സ്വയം വെളിപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് സ്ഥിരമായ നേട്ടമില്ല എന്ന് പറയുന്നത്? നമുക്കറിയാം നമ്മുടെ സാധാരണ ജീവിതത്തിൽ എന്താണ് എനിക്കൊരു ജോലി കിട്ടി, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്താണ് നമുക്കൊരു ഇവിടെ ജോലി കിട്ടി, അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രി നേടി, അല്ലെങ്കിൽ നമ്മളൊരു വീട് വാങ്ങി, അപ്പൊ നമ്മൾ ഇതൊക്കെ നേടിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതൊക്കെ ഓരോ എന്താണ് വസ്തുക്കളാണല്ലോ, ഓരോ ഒബ്ജക്ട്സ് ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ എന്താണ് അത് നമ്മൾ വാങ്ങുകയാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നമ്മളുടെ ഈ ഒരു ആത്മീയ ജീവിതത്തിൽ എന്താണ് ഇതേ ചിന്താഗതി തന്നെ നമ്മൾ നമുക്കറിയാം. നമ്മൾ ശൂന്യ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ എന്താണ് നമ്മൾ ചിന്തിക്കും, ഞാൻ ഇത്രയും വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലെ, അപ്പൊ ഞാൻ എന്തോ ഒരു എക്സ്പേർട്ട് ആണ് ഇത് ചെയ്യാന്. ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ ഡയമണ്ട് സൂത്ര ഇത്ര നാളായിട്ട് പഠിക്കുന്നു, അപ്പൊ ബാക്കിയുള്ളവരെക്കാട്ടിലും അറിവ് എനിക്ക് ഡയമണ്ട് സൂത്രയിലുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള എന്താണ് നമുക്ക് ചിന്തകൾ നമ്മളിൽ വന്നേക്കാം. അപ്പോ നമ്മൾ എന്താണ് അപ്പൊ അവിടെ ഏത് രീതിയിലായിരിക്കണം നമ്മളുടെ ചിന്തകൾ മാറ്റുന്നത്? നമ്മൾ ധ്യാനം ചെയ്യുന്നു, ജ്ഞാനം നേടുന്നു, നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്നു. അപ്പോ അവിടെ നമുക്ക് സൂക്ഷ്മമായിട്ടൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്ന ഒരാൾ ഉണ്ടല്ലേ. നമ്മൾ ഇത് കഴിഞ്ഞ ദിവസമേ പറഞ്ഞത്, അതായത് നമ്മള് സത്യം പാലിക്കുമ്പോൾ അല്ലെങ്കിൽ ധർമ്മം പാലിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഉള്ളൊരു ചിന്ത വരും, ഞാൻ നല്ലൊരു വ്യക്തിയാണ്, ഞാൻ സത്യവും ധർമ്മത്തിലും അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ ഒരു ചിന്ത വരുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ആ ചിന്ത എന്തുകൊണ്ടാണ് വന്നത്? അപ്പൊ ബാക്കിയുള്ളവർ അങ്ങനെയല്ല, ആ ഒരു ചിന്ത നമ്മളിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയാണ്. അത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ചിന്തയാണ്, അത്ര പാപമായിട്ടുള്ള ചിന്തയല്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ അനന്തര സമ്പൂതിയിലൊക്കെ അല്ലെങ്കിൽ സമാധി എന്ന അവസ്ഥയിലൊക്കെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അത്രയും സൂക്ഷ്മമായിട്ടുള്ള തലത്തിലുള്ള ചിന്തകൾ പോലും എന്താണ് അത് എന്റേതാണ് അല്ലെങ്കിൽ ഞാൻ എന്ന ആ ഒരു ഭാവം അവിടെ വരാൻ പാടില്ല. ആ ഒരു ചിന്താഗതിയാണ് ഇവിടെ ഡയമണ്ട് സൂത്രം നമ്മൾ നേരത്തെ പറഞ്ഞ അനന്തര സമ്പൂതി എന്ന അവസ്ഥ, അല്ലെങ്കിൽ ഇവിടെ ഉപദേശമൊന്നും ഇല്ല എന്ന് അവിടെ പറയുന്നത് എന്തുകൊണ്ടാണ്? അതാണ് പരമമായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ എന്താണ് അത് അനുഷ്ഠിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് അവസാനമായി നമ്മൾ നേടിയെടുക്കുന്നതാണ് എന്ന തരത്തിലുള്ള ചിന്തകൾ നമ്മളിൽ വരുമ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഉപദേശങ്ങളാണെന്നുണ്ടെങ്കിലും
അല്ലെങ്കിൽ അനന്തര സമ്പൂതി എന്ന് പറയുന്നത് എന്താണ്? സ്ഥിരമായിട്ടുള്ള നേട്ടമല്ല എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന യഥാർത്ഥ തിരിച്ചറിവിന് തിരിച്ചറിവ് ഒരു വസ്തുവായിരുന്നെങ്കിൽ അത് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ തിരിച്ചറിവ് സംഭവിക്കുന്ന നിമിഷത്തിൽ തന്നെ ഞാൻ നേടിയെടുത്തു എന്ന അഹംബോധം ഇല്ലാതാവുന്നു, അല്ലെ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ എന്താണ് ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് നമ്മൾ 4 കാറ്റഗറി പറയാറുണ്ട്. അതില് ആ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമുക്കറിയാം ഇപ്പം എല്ലാം ബൈ ബർത്ത് അവര് ജനിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും നേരത്തെ എങ്ങനെയാണ് ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ആള് ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാല് അയാൾ ഒരിക്കലും പറയത്തില്ല ഞാൻ ബ്രാഹ്മണനാണെന്ന്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവർ എത്തിച്ചേരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അനന്തരസമയ സമ്പൂതി എന്നൊരു അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ ഒരിക്കലും നമ്മൾ പറയത്തില്ല ഞാനത് നേടിയെടുത്തു, അല്ല. നമ്മളിപ്പം മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എനിക്ക് എന്താണ് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായി, അല്ലെങ്കിൽ ഞാൻ കുറെ കാഴ്ചകൾ കണ്ടു. അപ്പൊ ചിലപ്പോൾ നമുക്ക് ചില മാജിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഒക്കെ നമ്മൾ വിചാരിക്കും നമ്മൾ എന്തൊക്കെയോ നേടിയെടുത്തു, അല്ലെ? നമ്മള് ചിലപ്പോൾ ഭഗവാന്റെ അടുത്തെത്തിയെന്നോ പലതരത്തിലുള്ള ചിന്തകൾ എന്താണ് എന്തൊക്കെയോ നമ്മളിലോട്ട് വരുന്നുണ്ട് എന്ന തരത്തിൽ എന്താണ് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അത് അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുക, അല്ലെ? നമ്മൾ നമ്മളുടെ ആ ഒരു ജേർണി എന്താണ് പൊക്കൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മൾ എന്തെങ്കിലും നേടിയെടുത്തു എന്നൊരു ഭാവം ഒരിക്കലും നമ്മളിൽ വരാൻ പാടില്ല. അപ്പൊ പറയുന്നു അപ്പോൾ നേടിയെടുത്തത് അവിടെയായിരുന്നു. അപ്പൊ അവിടെയാണ് ഡയമണ്ട് സൂത്ര പറയുന്നത് അനന്തര സമ്യക് സമ്പൂതി ഒരു വ്യക്തി നേടിയെടുക്കുന്ന നേട്ടമല്ല, വ്യക്തിത്വത്തിന്റെ പരിമിതികൾ അലിഞ്ഞു പോകുമ്പോൾ വെളിപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. അതായത് ആ ഞാൻ എന്ന ഒരു ഭാവത്തിൽ നിന്ന് മാറി നമുക്ക് ആ ഒരു സത്യത്തിന്റെ ആ ഒരു വെളിപാട് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയാണ് അനന്തര സമ്യക് സമ്പൂതി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് തഥാഗത സ്ഥിരമായ നേട്ടമില്ല എന്ന് പറയുന്നത്. അപ്പൊ തഥാഗതയൊന്നും പഠിപ്പിക്കുന്നില്ല എന്നതിന്റെ അർത്ഥം ഇവിടെയാണ് പലർക്കും ഏറ്റവും വലിയ ആശയക്കുഴപ്പമുണ്ടാകുന്നത്. കാരണം ചരിത്രം എന്താണ് പറയുന്നത്? ശ്രീബുദ്ധൻ 45 വർഷം ധർമ്മം ഉപദേശിച്ചു എന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ അത്രയും വർഷം ധർമ്മം ഉപദേശിച്ചിട്ട് ആ വ്യക്തി തന്നെ പറയുകയാണെന്ത് തഥാഗതയൊന്നും പഠിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത്? അപ്പൊ പറയുന്നു ഇവിടെ തഥാഗത ധർമ്മത്തെ നിഷേധിക്കുന്നില്ല, മറിച്ച് ധർമ്മത്തെ ഒരു സ്ഥിരമായ സിദ്ധാന്തമാക്കി പിടിച്ചു നിൽക്കുന്ന മനോഭാവത്തെയാണ് നിഷേധിക്കുന്നത്. അതായത് ശ്രീബുദ്ധൻ ഒരു കാര്യം പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് വെച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്, അല്ലെ? അപ്പോ അദ്ദേഹം പറയുന്ന കാര്യം അതേപോലെ തന്നെ വേറൊരാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല. അപ്പൊ വേറൊരാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വേറൊരു തരത്തിലായിരിക്കും. അപ്പൊ അത് അയാളുടെ എക്സ്പീരിയൻസ് ആയി മാറി. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് സ്ഥിരമായിട്ടൊരു ഉപദേശം പറയുമ്പോൾ ഓരോരുത്തരുടെയും ചിന്താഗതികളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവർ കടന്നു വരുന്ന രീതികളാണെന്നുണ്ടെങ്കിലും അവരുടെ പല തരത്തിലായിരിക്കും ഇതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവരുടെ ജനിച്ചിട്ടുള്ള സാഹചര്യം എല്ലാം ബേസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും എന്താണ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന വ്യക്തി ശ്രീബുദ്ധൻ ഇങ്ങനെ പറഞ്ഞു, അപ്പൊ അല്ല ശ്രീബുദ്ധൻ ഇങ്ങനെ ഉപദേശിച്ചു, അപ്പൊ ഈ ഉപദേശത്തിൽ കൂടെ തന്നെ പോയാല് ഇന്നത്തെ ഈ അനന്തര സമ്യക് സമ്പൂതിയിലോട്ടൊക്കെ എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ എന്ന് നമുക്ക് ഒരിക്കലും എന്താണ് പറയാൻ സാധിക്കത്തില്ല. അപ്പോ ഇത് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ എന്താണ് ഇത് തന്നെയാണ് ശരി, മറ്റൊന്നും ശരിയല്ല, ഇതാണ് സ്ഥിരമായിട്ടുള്ള ഒരു ഉപദേശം എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ആക്ച്വലി നമ്മളുടെ പല പ്രശ്നങ്ങൾക്കും കാരണം അതാണ്. ഇപ്പോഴും നമ്മളുടെ ഈ ലോകത്താണെന്നുണ്ടെങ്കിൽ എന്താണ് പലതരത്തിലുള്ള മതവിഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ മതവിഭാഗങ്ങളൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ നമ്മളുടെ എന്താണ് ഭാരതീയ സംസ്കാരത്തിൽ ഉള്ളത് എന്ന സത്യം തിരിച്ചറിയുന്ന വ്യക്തികൾ ആരും എന്താണ് ഈ പറഞ്ഞ രീതിയിൽ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ ഒരിക്കലും തമ്മിലടിക്കാൻ പോകത്തില്ല, അല്ലെ? അപ്പൊ എന്താണ് പറയുന്നത് അവരവരുടെ ധർമ്മമാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ ആ ധർമ്മത്തിൽ കൂടെ പോയാൽ നമുക്ക് സ്വർഗം ലഭിക്കുമെന്നോ മോക്ഷം ലഭിക്കുമെന്നോ പലതരത്തിലുള്ള അവകാശവാദങ്ങൾ നമ്മൾ ഉന്നയിക്കാറുണ്ട്. അപ്പൊ അത് സ്ഥിരമാണ്. അപ്പൊ അതിലൂടെ പോയാലേ നമുക്ക് മുക്തി കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ സ്വർഗപ്രാപ്തി കിട്ടത്തുള്ളൂ എന്ന തരത്തില് അത് സ്ഥിരമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അതിനെ ആരെങ്കിലും വിമർശിച്ചാലോ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാത്ത ആൾക്കാരെയൊക്കെ എന്താണ് നമുക്ക് ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ ഇല്ലാതാക്കണമെന്നോ ഒക്കെയുള്ള ചിന്തകള് അല്ലെങ്കിൽ അതിന്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് എന്നാണ് നമുക്ക് ആ ഒരു സത്യത്തിന്റെ ആ ഒരു തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ ഒരു കർമ്മത്തെ എന്താണ് സ്ഥിരമായിട്ടുള്ള അധ്യാപനമായിട്ടോ ഉപദേശമായിട്ടോ അല്ലെങ്കിൽ ഇതാണ് പരമമായിട്ടുള്ള ആ ഒരു ടീച്ചിങ് എന്ന ഒരു ഭാവം നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അത് ഈവൻ നമ്മുടെ ഡോക്ടറോടും പറയുന്നത് ഈവൻ നമ്മുടെ ശൂന്യയോട് പോലും നമുക്ക് എന്താണ് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുക. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും പരമമായിട്ടുള്ള ഉപദേശമെന്നോ അല്ലെങ്കിൽ ഇതെല്ലാവരും ചെയ്തേ പറ്റത്തുള്ളൂ എന്നോ അങ്ങനെ ഒരിക്കലും എന്താണ് നമുക്ക് നിർബന്ധം പിടിക്കാൻ
സാധിക്കത്തില്ല. ഓക്കെ, അപ്പൊ പറയുന്നുണ്ട് തഥാഗതയുടെ ഓരോ ഉപദേശവും ഒരു വഴികാട്ടി മാത്രമാണ്. യാത്ര ചെയ്യേണ്ടത് ഓരോരുത്തരും സ്വയം തന്നെയാണ്. അതുകൊണ്ടാണ് തഥാഗത പറയുന്നത്, ഞാൻ സത്യം നിനക്ക് കൊടുക്കുന്നില്ല, സത്യം നീ സ്വയം കാണാൻ വഴി കാണിച്ചു തരികയാണ് ചെയ്യുന്നത്, ധർമ്മമല്ല അധർമ്മം. ഓക്കെ, അതായത് എന്താണ് ശ്രീബുദ്ധന്റെ ഉപദേശം എന്ന് പറയുമ്പോൾ നമുക്കൊരു വഴികാട്ടിയാണ്, അല്ലെ? ആ വഴി കൂടെ പോണോ അതോ വേണ്ടോന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മളാണ്. കാരണം ഇങ്ങനെ ഒരു വഴിയുണ്ട്, അപ്പൊ നീ ഒന്ന് പോയി നോക്ക്. അപ്പൊ പലപ്പോഴും എന്താണ് പാതി വഴി ആകുമ്പോ തന്നെ നമുക്ക് പല എക്സ്പീരിയൻസും കിട്ടുമ്പോൾ നമ്മൾ പറയും വേണ്ട, നമ്മള് തൊഴുതിട്ടിങ്ങ പോരും. കാരണം ചില അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ജീവിതത്തിലുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ നമ്മളിതൊന്നും ചെയ്തിട്ടൊന്നും ഒരു പ്രയോജനമില്ല, നമുക്ക് ഒന്നിന്റെ പുറകിൽ ഒന്നായിട്ട് ഓരോ പണികൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയല്ലേ. അപ്പൊ നമുക്ക് വഴികൾ തരും, പക്ഷെ ആ വഴികളിൽ കൂടെ പല ചലഞ്ചസ് വരും, അല്ലെങ്കിൽ പല തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നമ്മൾ നേരിടും. പക്ഷെ അതിൽ കൂടെ ഒക്കെ നമ്മൾ മുന്നോട്ട് പോകും. നമുക്ക് ആ മുന്നോട്ട് പോകാനുള്ള ആ ഒരു എന്താണ് ആ ഒരു ഇന്നർ പവർ നമ്മൾ തിരിച്ചറിയുമ്പോൾ എന്താണ് നമുക്ക് വരുന്ന പ്രതിസന്ധികളൊക്കെ എന്താണ് നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ഊർജം നമുക്ക് കുറച്ചും കൂടെ എന്താണ് കാര്യങ്ങൾ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്താണ് ഈ പ്രോബ്ലംസ് എന്നുള്ളൊരു കാറ്റഗറിയെ നമുക്ക് കാണത്തില്ല. നമ്മളെല്ലാം ഒരേപോലെ, അത് സന്തോഷമാണെന്നുണ്ടെങ്കിലും സങ്കടമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരേപോലെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ട് എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എത്തിച്ചേരും. ഓക്കെ, ഇപ്പൊ വീണ്ടും പറയുന്നുണ്ട് ധർമ്മമല്ല അധർമ്മവുമല്ല, രണ്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഉപദേശം ധർമ്മവുമല്ല അധർമ്മവുമല്ല എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് പറയുന്നുണ്ട്, എപ്പോഴും രണ്ടറ്റങ്ങളെയും വിട്ടുകളയും തഥാഗത പഠിക്കുന്നു. ഒരാൾ പറയുന്നു ഇതാണ് ധർമ്മം, മറ്റൊരാൾ പറയും ധർമ്മം എന്നൊന്നില്ല എന്ന്. തഥാഗത ഈ രണ്ടിനെയും അതിജീവിക്കും. സത്യം ഒരു ആശയമല്ല, സത്യം ഒരു വിശ്വാസവുമല്ല, സത്യം തിരിച്ചുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അതിനെ ധർമ്മം എന്നും അധർമ്മം എന്നും നിർവചിക്കാനാവില്ല എന്ന് പറയുന്നത്. അതെ, എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞത്, കാരണം ഓരോ കാര്യവും ഒരാളുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പലപ്പോഴും സത്യം തിരിച്ചറിയുന്നത്. നമ്മൾ ഇതിന് മുന്നത്തെ ചാപ്റ്ററിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് ഈ ഉപദേശം ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് ശ്രീബുദ്ധൻ ചോദിക്കുന്നുണ്ട്, അല്ല സുബോധി ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ശ്രീബുദ്ധൻ പറഞ്ഞത്? നമുക്ക് ആ ഒരു ഉപദേശം തിരിച്ചറിയും എങ്ങനെയുള്ള ആളുകളാണ് അത് വിശ്വസിക്കുന്നത്. അതായത് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യം അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളുമായിട്ട് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് അതിലോട്ടൊരു വിശ്വാസം വരും. നമ്മൾ ഈ പറയുന്നതിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, ഇത് എനിക്ക് എക്സ്പീരിയൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തായിരിക്കും. അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിലും ധർമ്മം എന്ന് പറയുമ്പോൾ ധർമ്മമെന്നോ അധർമ്മമെന്നോ നമ്മൾ രണ്ടായിട്ട് വേർതിരിക്കാതെ നമുക്കൊരു സത്യമുണ്ട്. ആ സത്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ തിരിച്ചറിയുന്ന ചില കാര്യങ്ങളാണ്, അല്ലെ? ഇപ്പൊ ചിലപ്പോ റിലേഷൻഷിപ്പുകളാവാം, ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അല്ലാത്തുള്ള നമ്മുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും നമ്മളിൽ തന്നെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളായിരിക്കത്തില്ല ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്നത്. നേരത്തെ നമ്മൾ ഇതൊക്കെ പെർമനന്റ് ആണ് എന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്താണ് ബാക്കിയുള്ളവർ നമ്മളെ കെയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കും, അതേപോലെ തന്നെ എന്താണ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. എന്താണ് തിരിച്ച് ബാക്കി നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യും, ഈ ചിന്തകളോടൊക്കെ കൂടിയായിരിക്കാം നമ്മൾ പലപ്പോഴും എന്താണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ജീവിതത്തിൽ പിന്നെ നമുക്ക് മനസ്സിലാവുന്നത് പലപ്പോഴും നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച കാര്യങ്ങൾ അത് പല ഈ നമ്മുടെ ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടുള്ള കാര്യങ്ങൾ ഒന്നും എന്താണ് അതൊന്നും പെർമനന്റ് അല്ല. ഇതൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ചിന്തകൾ മാറും, നമ്മളുടെ സാഹചര്യങ്ങൾ മാറും, അതേപോലെ നമുക്ക് ചുറ്റുമുള്ള പല ആളുകളും മാറും. അപ്പൊ ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മളുടെ തന്നെ എന്താണ് മാനസികാവസ്ഥ മാറും, സന്തോഷം മാറും, സങ്കടം, ഇതെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ മാറ്റങ്ങളിൽ കൂടെയാണ് നമ്മൾ പല സത്യങ്ങളും എന്താണ് തിരിച്ചറിയുന്നത്. അപ്പൊ ആ ഒരു സത്യം തിരിച്ചറിയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ധർമ്മമെന്നോ അധർമ്മമോ എന്നോ ഒരു വേർതിരിവില്ലാതെ അവിടെ വരുമെന്ന് പറയുന്നു. അപ്പൊ അത് എന്തുകൊണ്ടാണ് മഹാജ്ഞാനികളുടെയും സമീപനം വ്യത്യസ്തമായത്? ഓരോ മനുഷ്യന്റെയും മനസ്സും ജീവിത സാഹചര്യവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഒരു ജ്ഞാനി എല്ലാവരോടും ഒരേ രീതിയിൽ സംസാരിക്കില്ല. ഒരാളോട് മൗനമായിരിക്കും, മറ്റൊരാളോട് ഒരു കഥ പറയും, മറ്റൊരാൾ ധ്യാനം പഠിപ്പിക്കും, മറ്റൊരാളുടെ ഒരു ചോദ്യം മാത്രം ചോദിക്കും. പുറമേ നോക്കുമ്പോൾ ഉപദേശങ്ങൾ വ്യത്യസ്തമാണെന്ന് തോന്നും, പക്ഷേ ലക്ഷ്യം ഒന്ന് തന്നെയാണ്, മനുഷ്യനെ യാഥാർത്ഥ്യത്തിലേക്ക് ഉണർത്തുക. അവർ ഒരു ഉപദേശത്തിലും ബന്ധിക്കപ്പെടുന്നില്ല, സാഹചര്യത്തിനനുസരിച്ച് സത്യത്തിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
ഇത് നമുക്കറിയാം. കാരണം ഇത് നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ, ചില ജ്ഞാനികളായിട്ടുള്ള വ്യക്തികൾ എന്താണ് ഓരോരുത്തരോടും പല രീതിയിലായിരിക്കും ഇടപഴകുന്നത് അല്ലേ. നമുക്ക് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പല ആളുകളും മറ്റുള്ള ആളുകളോട് ഇടപഴകുന്ന രീതിയിലായിരിക്കത്തില്ല നമ്മളോട് ഇടപഴകുന്നത്. ഓക്കെ, അപ്പോ എന്ന് വെച്ചാൽ ഇത് ജ്ഞാനികളുടെ കാര്യമാണ്. ചില ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ, ആ ആളുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇപ്പം എന്താണ് അവിടെ എന്തെങ്കിലും ഇപ്പൊ സമൂഹത്തിൽ കുറച്ച് ഉയർന്ന പൊസിഷനുള്ള ആളുകളെയോ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അത്തരത്തിൽ എന്തെങ്കിലും കുറച്ച് ഹൈ ക്ലാസ് അല്ലെങ്കിൽ കുറച്ച് ഉയർന്ന ചിന്താഗതിയുള്ളത് അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള ആളുകളെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര റെസ്പെക്ട് ആണ് അവരോട് അല്ലെ. അല്ലെങ്കിൽ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ധരിച്ചു ധരിക്കുന്ന ആളോട് അപ്പൊ അവരോടുള്ള സമീപനവും പക്ഷെ എന്താണ് അത്രയ്ക്കൊന്നും ചിലപ്പോൾ വലിയ ജോലിയോ അത്രയും സ്റ്റാറ്റസോ ഒന്നും ഇല്ലാത്ത ആളുകളോട് ചിലപ്പോൾ നമ്മളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്നാണ് ചിലപ്പം വ്യത്യാസമായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ ജ്ഞാനികളെ പറ്റി പറയുമ്പോൾ പറയുന്നുണ്ട്, അതായത് ഓരോ വ്യക്തി എന്താണ് വേണ്ടത് എന്ന് ഒരു യഥാർത്ഥ അധ്യാപകർ അല്ലെങ്കിൽ ടീച്ചറിന് അറിയാം. അപ്പൊ അതനുസരിച്ചായിരിക്കും നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കും. ഇപ്പൊ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല നമ്മൾ പുറത്ത് സംസാരിക്കുന്നത്. ആ പുറത്ത് സംസാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല നമ്മൾ ഓഫീസിൽ സംസാരിക്കുന്നത്. അപ്പൊ ഓരോരുത്തർക്കും എന്താണ് അത് ഓരോ രീതിയിലാ. അയാളുടെ വ്യക്തിത്വം വേറെ ആയതുകൊണ്ടല്ല. അപ്പൊ അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു വ്യക്തിത്വം ഇല്ലേ? ചിലര് പറയത്തില്ലേ, എനിക്ക് ഒറ്റയൊരു സ്വഭാവമേ ഉള്ളൂ, ഞാൻ എല്ലാവരോടും ഒരേപോലെ പെരുമാറും. ചുമ്മാ അത് ആക്ച്വലി നല്ല സ്വഭാവമാണ്. പക്ഷേ ആത്യന്തികമായിട്ട് നോക്കിയ പക്ഷെ വിവേകത്തോടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാവും അതെന്താണ്, അത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം അത് നമ്മൾ നേരത്തെ പറഞ്ഞത് സൂക്ഷ്മമായിട്ടുള്ള തലത്തിൽ ഞാനെന്നൊരു ഭാവം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും, ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, ഞാൻ ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയും. അപ്പൊ ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അത് ആ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെയാണ്, അത് ഞാൻ മാറാൻ തയ്യാറല്ല എന്നൊരു ഭാവം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ബോധം വേണം. ഓക്കെ, ആ ബോധമാണ് നമുക്ക് മെഡിറ്റേഷനിൽ കൂടെ കിട്ടുന്നത്. നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് എന്ന് പറയുമ്പോൾ അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ ആ സ്ട്രേറ്റ് ഫോർവേഡ് എന്ന് പറയുന്ന കാര്യം എങ്ങനെ ബാക്കിയുള്ളവരെ അഫക്ട് ചെയ്യുന്നു? അതായത് നമ്മൾ സത്യം പറയുന്നത് കൊണ്ട് മറ്റൊരാൾക്ക് ദോഷം അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത് ചില സമയത്ത് എന്താണ് നമ്മളത് വിവേകപൂർവ്വം ഇപ്പൊ എന്താണ് നമ്മളൊരു കുറെ ആളുകൾ ഒരുമിച്ചിരിക്കുന്ന ഒരു മീറ്റിംഗ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ ആ മീറ്റിംഗിൽ ചിലപ്പോ പറയണ്ടാത്ത ഒരു കാര്യമായിരിക്കും ചിലപ്പോ എന്താണ് കുറച്ചും കൂടെ കീ ആയിട്ടുള്ള പേഴ്സൺസിനോട് പറയേണ്ട കാര്യങ്ങൾ. അപ്പൊ നമ്മള് സാഹചര്യവും അതേപോലെ തന്നെ എന്താണ് സമയവും ഒന്നും ചിന്തിക്കാതെ നമുക്ക് പറയാനുള്ളത് പറയണം എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും പറഞ്ഞാല് ചിലപ്പം നമ്മൾ ആ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് കിട്ടണമെന്നില്ല. അപ്പോ അത് നമുക്ക് സംസാരിക്കാൻ പറ്റിയ സാഹചര്യമാണോ, ഈ സാഹചര്യത്തിൽ സംസാരിച്ചാല് ഞാൻ ആ പറയുന്നത് അവർക്ക് അതേപോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഇത്തരത്തിൽ ചിന്തിക്കാനുള്ള ഒരു വിവേകം എന്നാണ് നമുക്കുണ്ടായിരിക്കണം. ആ ഒരു വിവേകം വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് നമുക്ക് അവിടെയാണ് നമ്മൾ ഈ നമുക്ക് ഒരു ഉണർവ് അല്ലെങ്കിൽ ആ തിരിച്ചറിവ് എന്ന് പറയുമ്പം എപ്പോ എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കണം, പെരുമാറണം എന്നുള്ള ആ ഒരു അവയർനെസ്സോട് കൂടി മാത്രമേ എന്താണ് നമ്മൾ ചെയ്യാവൂ. അപ്പോ നമുക്ക് ഓരോ മനുഷ്യന്റെയും മനസ്സും ജീവിത സാഹചര്യവും എല്ലാം എന്താണ് വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും എന്താണ് എല്ലാവരോടും ഒരേപോലെ തന്നെ ആയിരിക്കത്തില്ല ഇടപഴകുന്നത്. കാരണം ഓരോരുത്തർക്കും വേണ്ടുന്നത് എന്താണ് പല തരത്തിലുള്ള കാരണം എന്താണ് ഓരോ മനുഷ്യരുടെ ജീവിത സാഹചര്യം എല്ലാം വ്യത്യസ്തമാണ്, ചിന്താഗതികൾ വ്യത്യസ്തമാണ്. അപ്പൊ അവരുടെ ലെവലിലോട്ട് നമ്മൾ സ്കൂളിലെ ടീച്ചർമാർ പഠിപ്പിക്കുന്ന കണ്ടില്ല. അപ്പൊ പലതരത്തിലുള്ള കുട്ടികളാണ്. ചില കുട്ടികൾക്ക് എന്താണ് അവർക്ക് ചിലപ്പം രണ്ടടി കൊടുത്താലേ പഠിക്കുന്നുള്ളൂ. പക്ഷെ ചില കുട്ടികൾക്ക് അവരുടെ സ്നേഹത്തിൽ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ പല കാറ്റഗറി ഓഫ് ആളുകളുണ്ട്. അപ്പൊ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരോട് പറഞ്ഞു കൊടുത്താലോ അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകൾ മാത്രമേ എന്താണ് അവർക്കത് മനസ്സിലാക്കിയെടുത്ത് മുന്നേറാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്താണ് അറിവുള്ള ആളുകൾ അല്ലെങ്കിൽ നമുക്ക് ജ്ഞാനിയായിട്ടുള്ള ഒരു വ്യക്തി എന്താണ് ഒരിക്കലും എല്ലാ ആളുകളോടും ഒരേപോലെ ആയിരിക്കത്തില്ല പെരുമാറുന്നത്. അപ്പം മറ്റുള്ള ആളുകളുടെ ആ ഒരു ലെവൽ അനുസരിച്ച് എന്താണ് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. യാത്ര പോകുമ്പോൾ നമ്മൾ എന്താണ് മാപ്പ് ഉപയോഗിക്കാറുണ്ടല്ലേ. അപ്പൊ ഈ മാപ്പ് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മാപ്പല്ല നമ്മുടെ ലക്ഷ്യസ്ഥാനം. മാപ്പിൽ ഓൾറെഡി ലക്ഷ്യസ്ഥാനം ഉണ്ടെന്നുണ്ടെങ്കിൽ മാപ്പ് കൈ പിടിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല. നമ്മൾ എന്താണ് യാത്ര ചെയ്യണം. അപ്പോ ഡയമണ്ട് സൂത്രം നമ്മൾ പഠിക്കുന്നുണ്ട്, ഇല്ലെ നമ്മൾ ശൂന്യം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
അതിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. അതിലൂടെ യാത്ര ചെയ്യണം എന്ന് വെച്ചാൽ അവര് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവന്ന് നമ്മളത് എന്താണ് പ്രാവർത്തികമാക്കണം. ആ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ കൂടെ സഞ്ചരിച്ച് നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ നമ്മളുടെ കയ്യിൽ ഇതുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു, ഡയമണ്ട്സ് ഒക്കെ എൻ്റെ ഉണ്ട്, വീട്ടിൽ വെച്ചിട്ടുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്താണ് എപ്പൊ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു, അപ്പോൾ മാത്രമേ എന്താണ് നമുക്ക് ജീവിതത്തിൽ ആ ലക്ഷ്യസ്ഥാനത്ത് ഒരു സത്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ പറയുന്നത് ഒരു അധ്യാപകൻ നീന്താനുള്ള എല്ലാ രീതികളും പറഞ്ഞു തരുന്നു, പക്ഷെ വെള്ളത്തിലെ ശരീരം സന്തുലിതമായ അനുഭവം വാക്കുകളിലൂടെ നൽകാൻ അദ്ദേഹത്തിന് കഴിയില്ല. അത് നമ്മൾ എന്താണ് സ്വയം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെ? അപ്പൊ ധർമ്മവും അങ്ങനെ തന്നെയാണ്. ധ്യാനിക്കുന്ന ഒരാൾ ചോദിക്കുന്നു, ഇന്ന് എനിക്ക് നല്ല ധ്യാനം കിട്ടിയോ? ഈ ചോദ്യം തന്നെ ഒരു നേട്ടത്തെ അന്വേഷിക്കുന്നതാണ്. അപ്പൊ നമ്മള് എന്താണ് ഇപ്പൊ ശൂന്യ പ്രാക്ടീസ് ചെയ്യാൻ ഇരിക്കുകയാണെങ്കിൽ ഇന്ന് എനിക്ക് എന്താണ് നല്ലൊരു സമാധാനം കിട്ടണം. അപ്പൊ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ ആ ഒരു മെഡിറ്റേഷൻ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ആ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ അതൊരു ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ നമ്മളുടെ ഒരു റുട്ടീൻ എന്ന രീതിയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ഇവിടെ പറയുന്നുണ്ട്, പക്ഷെ യഥാർത്ഥ ധ്യാനത്തിൽ നേടാനുള്ള ഒന്നുമില്ല. ഓരോ നിമിഷത്തെയും പൂർണ്ണ ജാഗ്രതയോടെ കാണുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ മെഡിറ്റേഷനിൽ നമ്മൾ ഒന്നും നേടിയെടുക്കുന്നില്ല, പക്ഷെ നമ്മൾ എന്താണ് ആ പൂർണ്ണമായിട്ടുള്ള ഒരു അവയർനെസ്സോട് കൂടി എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ പോകുന്നു, അല്ലെ? അപ്പൊ ശൂന്യ പരിശീലനത്തിൽ നാം ശ്വാസത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല, ഒരു പ്രത്യേക ആത്മീയ അനുഭവം സൃഷ്ടിക്കാനും ശ്രമിക്കുന്നില്ല. അപ്പൊ നമുക്കിങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ വേണം എന്ന് പറഞ്ഞ് ഒരിക്കലും എന്താണ് നമ്മൾ ശൂന്യ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്താണ് ശൂന്യത്തിൽ ചെയ്യുന്നത്, നമ്മൾ ശ്വാസം നമ്മൾ ശ്വാസത്തെ ഒബ്സർവ് ചെയ്യുന്നു, ശ്വാസം എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ അതിനെ കാണുന്നു. ശ്വാസം പിടിച്ചു വെക്കോ അത് വലിച്ചെടുക്കോ ഒന്നും ചെയ്യുന്നില്ല, അല്ലെ? അപ്പോ അതുകൊണ്ട് തന്നെ അതിൽ കൂടെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ആണ് ചെയ്യുന്നത്, അല്ലാതെ നമുക്ക് അവിടെ എന്തെങ്കിലും നേടിയെടുക്കണം എന്നൊരു ആഗ്രഹം അവിടെ എന്താണ് വരുന്നില്ല. അപ്പൊ ഈ ഒരു ടീച്ചിങ് ആണ് നമ്മളുടെ ഡയമണ്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അനന്തരസമയ സംബോധിയിലേക്കുള്ള ആ ഒരു യഥാർത്ഥ സമീപനം എന്ന് പറയുന്നത് എന്താണ്, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് പോവുക, അല്ലാതെ ഞാൻ ഇതൊക്കെ നേടിയെടുക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാതിരിക്കുക. അപ്പൊ എന്താണ്, അപ്പൊ നമുക്ക് എന്താണ് ആ ഒരു സത്യത്തിന്റെ തിരിച്ചറിവ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് വരും. വരുന്നു. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് എന്താണ്, അനന്തരസമയ സംബോധി ഒരു വ്യക്തി നേടിയെടുക്കുന്ന ഒരു നേട്ടമല്ല. അതുപോലെ തന്നെ എന്താണ് അഹങ്കാരവും അജ്ഞാനവും അലിഞ്ഞു പോകുമ്പോൾ വെളിപ്പെടുന്ന ആ പരിപൂർണമായിട്ടുള്ള ആ ഒരു ജാഗ്രത, അല്ലെങ്കിൽ ആ ഒരു അവയർനെസ്, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിനെയാണ് നമ്മൾ അനന്തരസമയ സംബോധി എന്ന് പറയുന്നത്. അപ്പൊ തഥാഗത ധർമ്മത്തെ നിഷേധിക്കുന്നില്ല, ധർമ്മത്തെ മുറുകെ പിടിക്കുന്ന മനോഭാവത്തെയാണ് വിട്ടുകളയാൻ പഠിപ്പിക്കുന്നത്. വാക്കുകൾ വഴി കാണിക്കുന്ന, എന്നാൽ സത്യം വാക്കുകൾക്ക് അതീതമാണ്. ധർമ്മം ഒരു വിശ്വാസമോ സിദ്ധാന്തമോ അല്ല, ഓരോ നിമിഷവും നേരിട്ട് അനുഭവിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ്. എല്ലാ മഹാജ്ഞാനികളും ഒരേ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അവരുടെ രീതികൾ വ്യത്യസ്തമാണ്, പക്ഷെ അവരുടെ എല്ലാം ലക്ഷ്യം നമ്മളുടെ മനുഷ്യനെ ആ തിരിച്ചറിവിലേക്ക് കൊണ്ടുവരിക എന്നതാണ് എല്ലാവരുടെയും ലക്ഷ്യം. ഓക്കെ. അപ്പൊ ഇവിടെ തഥാഗതം ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നതിന്റെ അർത്ഥം ഉപദേശങ്ങൾ ഇല്ല എന്നല്ല, ഒരു ഉപദേശത്തെയും അന്തിമ സത്യമായി കാണരുത് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ. അപ്പോ അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. ഒന്നും ഈവൻ നമ്മളുടെ ഡയമണ്ട്സിന്റെ ടീച്ചിങ്സ് പോലും അത് അന്തിമമായിട്ടുള്ള ഒരു സത്യമല്ല. അത് ഓരോരുത്തർക്കും പല രീതിയിലാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ബോധം, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ ആ ചാപ്റ്ററിലെ എല്ലാ സംഭവവും ക്ലിയർ ആയോ? ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും കൂടെ ഏതെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി ആർക്കെങ്കിലും ഈ ചാപ്റ്ററെ പറ്റി എന്തെങ്കിലും അഡീഷണൽ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? നമുക്ക് മനസ്സിലായതിരിക്കാം. നമ്മൾ ഏതൊരു കാര്യത്തില് നമ്മൾ എന്ത് കാര്യം തീരുമാനിച്ചാൽ അവര് ശബരിമലയ്ക്ക് പോകുക ഒരാള്, പക്ഷെ ആ പോകുന്ന ഭഗവാനെ കാണാൻ പോകുന്നതിനകത്ത് ഒരുപാട് തടസ്സങ്ങളും കല്ലും മുള്ളും എല്ലാം അതെല്ലാം തരണം ചെയ്ത് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി നമ്മൾ അങ്ങ് 18ാം പടി കയറി അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഡയമണ്ട് സൂത്രയ്ക്കകത്ത്
നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മളിപ്പോൾ പലരും പല രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നതല്ല വേറൊരാൾ മനസ്സിലാക്കുന്നത്. അതിൽ നിന്നത്തെ ഉള്ളടക്കം മനസ്സിലാക്കി നമ്മൾ ജീവിച്ച് അതിന്റെ ആ ഭാവം മനസ്സിൽ ഉൾക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ അതിന്റെ തഥാഗത പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് എല്ലാം ഇതിനകത്തുണ്ട്. അത് നമ്മളത് ഉൾക്കൊണ്ട് വിട്ട് വേണം മുന്നോട്ട് പോകാൻ. നമ്മുടെ ആ ഞാനെന്ന് എനിക്കെല്ലാം അറിയാം, അല്ല ഞാൻ ഇപ്പൊ അങ്ങ് കയറിയേക്കും, അല്ല ഇപ്പൊ ഞാൻ പോകും എന്ന് വിചാരിച്ച് ഒന്നും നടക്കുകയില്ല. അതാണ് അതിനകത്ത് എനിക്ക് മനസ്സിലായത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ രാജൻ സാറേ? ഒന്നും പഠിപ്പിക്കാനില്ല അല്ലെങ്കിൽ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഒന്നും തലയിൽ ചുമന്നുകൊണ്ട് നടക്കാനുള്ളതല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അതെല്ലാം ഉപേക്ഷിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ബുദ്ധൻ ആ തരത്തിലുള്ള സാരോപദേശം നൽകുന്നത്. സാരോപദേശം ഉണ്ടെങ്കിൽ പോലും അത് ഉപദേശമായി എടുക്കുക. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ ശരണ ഇത്രയും സമയം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര പേർക്ക് എന്ത് മനസ്സിലായി എന്നുള്ളതാണ് അതിലെ കാര്യം. ഓക്കെ, അത് ഇത്രയും മുഴുവനായിട്ട് ഇപ്പൊ ആരെങ്കിലും ഉൾക്കൊണ്ടിട്ടുണ്ടാവുമോ? ഒരു ഗുരുജിക്കും അങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല. ആക്ച്വലി അതൊരു ട്രൂത്താണ്. അപ്പൊ കേൾക്കുന്നവരുടെ എന്താ പറയാ അറിവിന്റെ ആഴവും ചുറ്റുപാടുകളും ലൈഫിനെ പറ്റിയുള്ളവരുടെ കാഴ്ചപ്പാടുകളും ഒക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നതിനെ പറ്റിയുള്ള ആ ഒരു പ്രായോഗികമായിട്ട് അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിനകത്ത് കിട്ടുന്ന ഒരു ഗ്രാസ്പ് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു അറിവ്. ഓക്കെ, അപ്പൊ ആ അറിവ് വെച്ചിട്ടാണ് നമ്മൾ ഫർദറായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അനുത്തര സമ്യക് സംബോധി എന്ന് പറഞ്ഞ ഒരു അവസ്ഥ ആക്ച്വലി ഉണ്ട്. പക്ഷെ എന്നാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ? ഇല്ല. നമ്മൾ ഈ ഉപദേശങ്ങളുടെ ബേസിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മളൊരവസ്ഥ നേടിയെടുക്കുകയാണ്. ആ നേടിയെടുക്കുമ്പോഴേ ഒരവസ്ഥ ആകുന്നുള്ളൂ ആക്ച്വലി. അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ആ ഒരു പേര് വരേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് ആക്ച്വലി. പക്ഷെ ഉണ്ടെങ്കിൽ പോലും ഇല്ല എന്നേ പറയുന്നുള്ളൂ. കാരണം നിങ്ങളുടെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് കൊണ്ട് നിങ്ങളത് നേടിയെടുക്കാനുള്ളതാണ്. ഓരോ ജ്ഞാനികളും അല്ലെങ്കിൽ ജീവിതത്തെ പറ്റിയുള്ള വളരെ ഗഹനമായിട്ടുള്ള അറിവുള്ളവരും മഹർഷിമാരും മുനിമാരും ജ്ഞാനികളൊക്കെ അവരുടെ കഴിവുകൾക്ക് അല്ലെങ്കിൽ അറിവിന്റെ ആഴത്തിനനുസരിച്ചാണ് ഓരോരോ ഉപദേശം കൊടുക്കുന്നതും അല്ലെങ്കിൽ ഓരോ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പൊ പറയുന്നത് കേൾക്കുന്നത് പോലെയല്ല ഒരാൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കിയ പോലെ ആയിരിക്കും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ പരിശീലിച്ചിട്ടാണ് ഓരോ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. അത് നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു അവസ്ഥ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിലാണ് തെറ്റ്. നിങ്ങളുടെ കഴിവുകൾ അനുസരിച്ച് നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക. അതുകൊണ്ടാണ് നമ്മൾ ശൂന്യ RBC പഠിപ്പിക്കുന്നുണ്ടല്ലോ, നത്തിങ് ടു അച്ചീവ്, നത്തിങ് ടു ടീച്ച്, അല്ലെങ്കിൽ നോബഡി ടു സേവ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിനകത്ത് ക്ലിയർ ആയിട്ട്. അപ്പൊ അതാണ് അവസ്ഥ. ഇതെല്ലാം നമ്മളുടെ ഒരു കഴിവ് കൊണ്ട് ഉണ്ടാക്കി എടുക്കേണ്ടതാണ്. ഇതെല്ലാം നമ്മുടെ ലക്ഷ്യബോധമാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് എന്ത് തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ കൊണ്ടുപോകണം എന്നുള്ള, അല്ല മായാലോകത്തിലകപ്പെട്ട് അങ്ങനെ പോകണോ, അതല്ല യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാണണോ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വരുന്ന എക്സ്പീരിയൻസിലും അതേപോലെ സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടോ, ഇതൊക്കെ അനുസരിച്ചാണ് നമ്മുടെ ഓരോ എന്താ പറയേണ്ടത് നമ്മളുടെ പ്രാക്ടീസ് പല പരിശീലനം പോകുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഒന്നും പഠിപ്പിക്കാനില്ല അല്ലെങ്കിൽ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്ന്. കാരണം ശ്രീ ബുദ്ധ മനസ്സിലാക്കിയത് എന്താണോ അത് എത്രമാത്രം ആഴത്തിൽ നിങ്ങൾക്ക് ഉൾക്കൊണ്ടാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓരോ വ്യക്തികളുടെ ബുദ്ധിക്കനുസരിച്ചാണ് അത് സ്വീകരിക്കപ്പെടുക. അപ്പൊ അതിനനുസരിച്ച് അവർക്കത് മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റുള്ളൂ. ഓക്കെ, അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ? ആ പറ. ഞാൻ പ്രജ്ഞാപാരമിത ഫുള്ളായിട്ടൊന്ന് ചെയ്യട്ടെ? കുഴപ്പമുണ്ടോ? ഇല്ല ഇല്ല പറ. എന്നാ അതിനുള്ളൊരു മൂടുണ്ട്, അതുകൊണ്ട്. ഓം നമഃ പ്രജ്ഞാപാരമിതായൈ ആര്യാവലോകിതേശ്വരോ ബോധിസത്വം ഗംഭീരാം പ്രജ്ഞാപാരമിതാചര്യാം ചരമാണോ വ്യവലോകയതി സ്മ പഞ്ചസ്കന്ധാംസ്താംശ്ച
സ്വഭാവശൂന്യാൻ പശ്യതി സ്മ ഇഹ ശാരിപുത്ര രൂപം ശൂന്യതാ ശൂന്യതൈവ രൂപം രൂപാന്ന പൃഥക് ശൂന്യതാ ശൂന്യതായാൻ പൃഥക് രൂപം യത് രൂപം സ ശൂന്യതാ യ ശൂന്യതാ തത് രൂപം ഏവം ഏവ വേദനാ സജ്ഞാ സംസ്കാര വിജ്ഞാനാനി ഇഹ ശാരിപുത്ര സർവധർമാ ശൂന്യതാ ലക്ഷണാ അനുത്പന്നാ അനിരുദ്ധാ അമലാ അവിമലാ അനൂനാ അപരിപൂർണാ തസ്മാച്ചാരിപുത്ര ശൂന്യതായാം ന രൂപം ന വേദനാ ന സജ്ഞാ ന സംസ്കാര ന വിജ്ഞാനം ന ചക്ഷു ശ്രോത്ര ഘ്രാണ ജിഹ്വാകായ മനാംസി ന രൂപ ശബ്ദ ഗന്ധ രസ സ്പൃഷ്ടവ്യധർമാ ന ചക്ഷുർധാതുർയാവന്ന മനോ വിജ്ഞാനധാതു ന അവിദ്യാ ന അവിദ്യാക്ഷയോ യാവന്ന ജരാമരണം ന ജരാമരണക്ഷയഃ ന ദുഃഖ സമുദയ നിരോധാ മാർഗാഃ ന ജ്ഞാനം ന പ്രാപ്തിർ ന അഭിസമയഃ തസ്മാച്ചാരിപുത്ര അപ്രാപ്തിത്വാദ് ബോധിസത്വസ്യ പ്രജ്ഞാ പാരമിതാമാശ്രിത്യ വിഹരത്യ ചിത്താവരണഃ ചിത്താവരണനാസ്തിത്വാദത്രസ്തോ വിപര്യാസാധിക്രാന്തോ നിഷ്ഠ നിർവാണഃ ത്രദ്വ്യവസ്ഥിതാഃ സർവബുദ്ധാഃ പ്രജ്ഞാപാരമിതാമാശ്രിത്യ അനുത്തരാം സമ്യക് സംബോധിമഭിസംബുദ്ധാഃ തസ്മാത് ജ്ഞാതവ്യം പ്രജ്ഞാപാരമിതാ തസ്മാത് ജ്ഞാതവ്യം പ്രജ്ഞാപാരമിതാ മഹാമന്ത്രോ മഹാവിദ്യമന്ത്രോ അനുത്തരമന്ത്രോ സമ മന്ത്രഃ സർവദുഃഖപ്രശമന സത്യം അമിഥ്യത്വാദ് പ്രജ്ഞാപാരമിതായാമുക്തോ മന്ത്രഃ തഥ്യതാ ഗതേ ഗതേ പാരഗതേ പാരസംഗതേ ബോധിസ്വാഹ ഗതേ ഗതേ പാരഗതേ പാരസംഗതേ ബോധിസ്വാഹ ഗതേ ഗതേ പാരഗതേ പാരസംഗതേ ഭൂതിസ്വാഹ. നമസ്കാരം. ഇന്നത്തെ 7ാമത്തെ ലെസണിൽ സത്യത്തിൽ ചെറിയൊരു ലെസൺ ആണെങ്കിലും രാജൻ സാർ പറഞ്ഞതുപോലെ ഒന്നും ഉപദേശിക്കാനില്ല അല്ലെ, അങ്ങനെ ഒരു അർത്ഥത്തിലാണ്
പറയുന്നത്. പക്ഷേ ഒരുപാട് അർത്ഥങ്ങളാണ് അതിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മള് സത്യം എന്ന് പറയുന്നത് ജീവിച്ചറിയേണ്ട ഒരു ഫലമാണത്. അതൊരിക്കലും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കില്ല. അതൊരു വസ്തുവുമല്ല. അത് അനുഭവത്തിലൂടെ തിരിച്ചറിയേണ്ട അറിവാണ്. അത് സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതിലൂടെ തന്നെ അറിവ്, അതായത് സത്യം അറിവായി മാറുമ്പോൾ നമ്മുടെ അജ്ഞത അത് അലിഞ്ഞലിഞ്ഞ് ഇല്ലാണ്ടായി പോകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അനുഭവവും അത് തന്നെയാണ്. ഞാൻ അറിവുള്ളവളാണ് എന്ന ചിന്ത പോലും പാടില്ല. അത് നമുക്കൊരു ബന്ധനമാണ് തരിക. ജീവിതത്തിൽ എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല, ഞാൻ ഉൾപ്പെടെ ആരുമില്ല. പക്ഷെ അങ്ങനെ ഒരു ഭാവം നമുക്ക് ഉണ്ടായിരുന്നൊരു സമയമുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയണില്ല, അതൊക്കെ നമുക്ക് ഉണ്ടാവാം. അതൊക്കെ നമുക്ക് മാറണത് നമ്മുടെ ഇത് പ്യൂരിഫിക്കേഷനിലൂടെയാണ്, ഓരോ അനുഭവങ്ങളുടെയും വളർച്ചയിലൂടെയാണ്. എന്ന് കരുതി ആ വളർച്ച അവിടെ അസ്തമിക്കുന്നതും ഇല്ല, അനുഭവങ്ങളും തീരുന്നില്ല, സത്യവും അസ്തമിക്കുന്നില്ല. അപ്പൊ അത് അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ വളർച്ച ഇല്ലാണ്ടാവുന്നു. നമ്മൾ ഓരോ ദിവസവും പുതിയതായി ഓരോന്ന് പഠിക്കുകയാണെങ്കിൽ അത് ആ പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അറിവ്. അതൊരു വിനയമാണ്. യഥാർത്ഥ വളർച്ച എന്ന് പറയുന്നത് എന്നും ഓരോന്നും പുതിയതായി പഠിക്കുക, വിനയത്തോടുകൂടി നമ്മൾ മറ്റുള്ളവരോട് ആ അറിവ് പകർന്നു കൊടുക്കുക, വിനയത്തോടുകൂടി മറ്റുള്ളവരെ സ്നേഹിക്കുക, കരുതുക എന്നുള്ളതൊക്കെയാണ്. നമ്മളൊരു നല്ല ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ബിസിനസ്സുകാരി ആകാൻ നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് തന്നെ നമ്മൾ പഠിക്കുകയും പെരുമാറുകയും വേണം. അതായത് നമ്മൾ ഇപ്പം ബിസിനസ്സിലേക്ക് ഞാൻ ഉൾപ്പെടെ പലരും പല ബിസിനസ്സിലൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഓരോ ബിസിനസ്സിൽ വരുമ്പോഴും ഓരോ അനുഭവങ്ങളാണ്. അപ്പൊ നമ്മളുടെ ബിസിനസ്സിൽ നമുക്ക് ഉണ്ടാകുന്നത് ഉപഭോക്താവിൽ നിന്നുള്ള പാഠങ്ങളുണ്ട്, നമ്മുടെ മാർക്കറ്റിൽ നിന്നുള്ള പാഠങ്ങളുണ്ട്, പിന്നെ നമ്മളുടെ സ്വയം തെറ്റുകളുണ്ട്. ഈ 3 അറിവുകളാണ് നമ്മൾക്ക് ഏറ്റവും വലിയ തിരിച്ചറിവായിട്ട് മാറി നമ്മൾ സത്യത്തിലൂടെ പോയാൽ നമുക്ക് എന്താ പറയാ ഒരു നേട്ടം ഉണ്ടാകുന്നു. ഞാനെല്ലാം തികഞ്ഞവളാണ് എന്നുള്ള ആ ഒരു ചിന്ത തന്നെ നമ്മുടെ വളർച്ചയെ ഇല്ലാണ്ടാക്കും എന്നതാണ്. അപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കാതെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക, തെറ്റുകൾ തിരുത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറയാ സത്യത്തിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോവുക. അത് തന്നെയാണ് ഏറ്റവും വലിയ അറിവ്. അതിനെ ഒരിക്കലും നമുക്ക് പഠിക്കാൻ സാധിക്കില്ല എന്നതാണ് ഈ പാഠത്തിലൂടെ ബോധിസത്വ രൂപം സുബോധിയുമായിട്ട് കോൺവെർസേഷൻ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. സൗദാമിനി മാഡം പറയുന്ന കേൾക്കുന്നില്ല, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? കേക്കാൻ മേലല്ലോ സജ? ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ഇടയ്ക്കൊന്നും കേട്ടില്ല. ഞാൻ മറന്നുപോയി, ഇടയ്ക്ക് വെച്ചാ കയറിയ. കാരണം ഒന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് കാര്യം ഞാൻ 7:45 പിന്നെയാ കയറിയത്. തൊട്ടപ്പം പോയി. എന്താണെന്നുള്ളത് കിട്ടിയില്ല. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഹലോ, ഏറ്റവും വലിയ വിനയം അല്ലേ? അതെ.
കേട്ടാണ്. ഹലോ നമ്മളെന്ന് പറഞ്ഞാൽ അത് ഹലോ പറയുന്നത് നമ്മുടെ ഹലോ പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ ഇല്ലാത്തത് സത്യമായ മാത്രം പറയുക. അതെ. അതാണ്. അന്നേരം തന്നെ സത്യം പറയുമ്പോൾ ഇല്ലാത്ത എല്ലാം കൂടെ അത് കഴിച്ച അങ്ങനെ ഇത് കഴിച്ച ഇങ്ങനെ ഇല്ലാത്ത ഒന്നും നമ്മൾ പറയാൻ പാടില്ല. അതിന്റെ ഉള്ള കാര്യം സത്യമായിട്ട് തന്നെ പറഞ്ഞു കഴിയുമ്പം അത് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ പഠിക്കുക. ചിലർ ഒരുപാട് കാര്യങ്ങൾ വാരിക്കെട്ടി പറയാം, അതൊന്നും കള്ളമായിരിക്കും. ആ കള്ളത്തരം പറയാൻ പാടില്ല. ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അതിന്റെ ഉള്ള സത്യമായ കാര്യം നമ്മൾ അനുഭവിച്ചത് മാത്രം നമ്മൾ പറയുക. നമുക്ക് കിട്ടാത്ത അനുഭവം നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ശരിയാകുകയില്ല. അതിനകത്ത് പ്രോഡക്റ്റിനകത്താണെങ്കിലും നമുക്ക് പറയാം. ഞാൻ ശരണ്യ മാഡം ബിസിനസ്സിലേക്ക് പോകണല്ലോ. ശരണ്യ മാഡം മിണ്ടാണ്ടിരിക്കുക. അതങ്ങനെ ഇടയ്ക്ക് വീണ്ടും കോള് വന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയത്. കേട്ടില്ല. നിങ്ങള് ബിസിനസ് പറഞ്ഞത് കേട്ടില്ല. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? പ്രദീപൻ സാറേ, ദിശ മാഡം, സജൻ ചേട്ടാ. മാഡത്തിന്റെ ശ്ലോകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സംസ്കൃതം അത് മൊത്തം. എന്റെ അഭിപ്രായത്തില് കുറച്ചും കൂടെ നന്നാവാനുണ്ട്. ഞാൻ ശ്രമിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടിരിക്കാൻ. ഓക്കെ, അപ്പോ ആർക്കും ഒന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. ഓക്കെ, അപ്പൊ പങ്കെടുത്ത എല്ലാവർക്കും സുഖല്ലേ? ഭയങ്കര സന്തോഷമായിട്ട് ഇപ്പൊ ഫേസിലുണ്ട്. വളരെയധികം സന്തോഷം. അതെ, നല്ല അമ്മയൊക്കെ വന്നോ? അങ്ങോട്ട് വന്നോ? എല്ലാരും ഉണ്ട്. എല്ലാരും കഴിഞ്ഞ ആഴ്ച വന്നു. ഹസ്ബൻഡ് പോയില്ലേ? എന്തോ സിരി മാഡം? ഹസ്ബൻഡ് വന്ന് പോയില്ലേ? കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് വന്ന് പോയില്ലേ? ഇല്ല, കഴിഞ്ഞ നവംബറിലാണ് വന്നത്. ഇനിയും ഓണത്തിന് വരും. ഓണത്തിന് വരുമായിരിക്കും. ഇപ്പൊ കുറെ കൂടെ അടുത്തായില്ലേ? ഞാൻ കണ്ടു FB-യിൽ നിങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിക്കുന്നൊക്കെ ഞാൻ കണ്ടു. പിന്നെ എല്ലാം പൊളിച്ചെടുക്കും. നമുക്ക് എൻജോയ്മെന്റ്, നമുക്കൊരു അവസരം കിട്ടിയാൽ പിന്നെ മാക്സിമം എൻജോയ്. നന്നായി. എനിക്കത് സാധിക്കാത്തതാണ്. നന്നായി കാണുന്നത് ഇഷ്ടമാണ്, പക്ഷെ സ്വയം സാധിക്കാറില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്യൂച്ചറിൽ കാണാം. നമ്മളെല്ലാവർക്കും റിട്രീറ്റ് എന്തായാലും ഫ്യൂച്ചറിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് കാണും. നമ്മുടെ സൂനിറ്റീസ് എല്ലാവരും റിസോർട്ടിൽ വരണം, ഇവിടെ വരണം, തെലങ്കാനയിൽ എന്തായാലും കാണും. ഓക്കെ, ഇപ്പൊ എന്തായാലും എംപ്ലോയീസിന്റെ തുടങ്ങുകയാണ്. അതിന്റെ പുറകെ ബാക്കി ഡിസ്കഷനുള്ളത് വരും. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് കാണാം. ഓക്കെ, അപ്പൊ പങ്കെടുത്ത എല്ലാവർക്കും അവിടെയാണ് അടുത്ത ശൂന്യ വരിക. ഈശ്വര, ഇനി നമ്മളുടെ റിട്രീറ്റ് നമുക്കിവിടെ തെലങ്കാനയിൽ തന്നെ ചെയ്യാം. അതല്ലേ നല്ലത്. അപ്പൊ നമുക്ക് ഫാക്ടറിയും കാണാം. കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം. അതെ, അതിൽ കാണാത്തത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? കണ്ടതാ ആണല്ലോ. മിടുക്കിയായിട്ടാണല്ലോ സൗദാമിനിമയുടെ ഭയങ്കര മിടുക്കിയായിട്ടാണല്ലോ സാരിയൊക്കെ കൊടുത്ത്, നല്ല കുട്ടിയായിട്ടാണല്ലോ. അല്ല, ഞങ്ങള് കണ്ടതാ ഒന്ന് കണ്ടതാ. പക്ഷെ അങ്ങനെ എല്ലാം ആയില്ല അവിടെ. അതെ, ഇപ്പം ഓൾമോസ്റ്റ് എല്ലാം ഓക്കെയാണ്. കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഗുഡ് നൈറ്റ്. ഓക്കെ, അടുത്ത ആഴ്ച കാണാം. ഗുഡ് നൈറ്റ് മാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.